ഓംലെറ്റ് ഓംലെറ്റ് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. ആംബ്ലേറ്റ് അല്ല, നമ്മളെ സൂപ്പർ ഹിറ്റ് ഗാനം പിന്നെയും പിന്നെയും ആ പാട്ടായിട്ട് ചേച്ചിക്ക് എന്താ അഭിഹിതം എന്നുള്ളത് അറിയാം. ഇരുട്ടായോണ്ട് ആരാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പം നമ്മളെ തന്നെ സ്റ്റെയർ ചെയ്യാന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒന്ന് രണ്ട് ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ നമുക്കൊരു ഇതായിട്ട് ഞാൻ നടപ്പങ്ങ് നിർത്തി. ഡാഡി ഞങ്ങൾ താഴെ പോയപ്പോൾ റിസപ്ഷനിൽ ചോദിച്ചു, ഇങ്ങനെ മോള് നടക്കാറുണ്ട് അവിടെ ആരോ ഇങ്ങനെ നിൽക്കുന്ന ആരാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അത് ഗിരീഷ് പുത്തഞ്ചേരി ആയിരിക്കും, കാരണം പുള്ളിക്കാരൻ്റെ റൂമാണ് അവിടെ, പുള്ളി പാട്ട് എഴുതാൻ എടുക്കുന്ന റൂമാണ്. അപ്പൊ അതാണ് നല്ല എന്താ പറയാ കെയറിങ് മാത്രം, ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ്. എനിക്ക് മനസ്സിലായി. തലയ്ക്ക് ഇത്തിരി വെള്ളം കൂടി തലയ്ക്കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നോട് ഭയങ്കര കട്ടിയുള്ള വാക്കൊക്കെ പറയും. അതേതാ ചേച്ചി ആ കട്ടിയുള്ള ഒരു വാക്ക് പറഞ്ഞു? കൺഗ്ലാമറേഷൻ. ഈ ഒരു കൂട്ടം സാധനങ്ങൾ ഒരാളെ കൂട്ടി അങ്ങനെ അതൊരു കൺഗ്ലാമറേഷൻ അല്ലേ. അപ്പൊ ഞാൻ അപ്പോഴേ ഡൈവണേറ്റഡ് ആയി. 2 ദിവസമായ അവിയലും തോരനും വേറെ എന്തെങ്കിലും ഒക്കെ കറിയൊക്കെ ഉണ്ടാവും. ഞാൻ എന്താ പറയാ ഒരു നുടുക്ക് പണി പോലെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസം ഇതിനെല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് ഒരു കറിയാക്കി ഇതെന്താണ് ഇതിന്റെ പേര്? അപ്പൊ ഞാൻ പറയും അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, വീട്ടിൽ എന്ത് കിട്ടിയാലും ഞാനും മക്കൾ അത് കഴിക്കും. കാരണം കഴിച്ചില്ലെങ്കിൽ അത് പിറ്റേ ദിവസം വേറൊരു രൂപത്തിൽ വരും. കൺഗ്ലാമറേഷൻ എല്ലാം കൊള്ളാം, പക്ഷെ ഒറ്റ കാര്യത്തിൽ നമുക്കൊരു വിയോജിപ്പുള്ളൂ. ആംബ്ലേറ്റ് എന്ന് പറയത്തുള്ളൂ. പോസിറ്റീവായിട്ട് മാറിയത് മാത്രമല്ല ചേച്ചി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്ര കൂടുതൽ സൗന്ദര്യമായി ആൾക്കാർ പറയുന്നുണ്ട്. അതിനും ക്രെഡിറ്റ് ചെയ്യണമെന്നാ. ചേച്ചിയുടെ തലയ്ക്ക് ഇത്തിരി വെള്ളം കൂടി മുഖം വലുതാന്നല്ല, തലയ്ക്കൂടെ വെള്ളം വെച്ചിട്ടുണ്ട്. തലക്കകത്ത് ഇച്ചിരി കൂടിയോ? ആൾതാമസം കൂടിയോ? ആൾതാമസം കൂടിയുണ്ട്. ചേട്ടന്റെ കൂടെ സഹവാസം കൂടിയോ? പിന്നെ എന്നോട് ഭയങ്കര കട്ടിയുള്ള വാക്കൊക്കെ പറയും. അതേതാ ചേച്ചി ആ കട്ടിയുള്ള ഒരു വാക്ക് പറഞ്ഞു? ഇതിനായിട്ട് കോൺഗ്ലോമറേഷൻ പറഞ്ഞു. കൺഗ്ലോമറേഷൻ ഈ ഒരു കൂട്ടം സാധനങ്ങൾ ഒരാളെ കൂട്ടി അങ്ങനെ അതൊരു കോൺഗ്ലോമറേഷൻ അല്ലേ. അപ്പൊ ഞാൻ അപ്പോഴേ ഡൈവണേറ്റഡ് ആയി. സത്യത്തിൽ എവിടെ ഞാനേ ഇപ്പൊ ഈ ആഹാരേ ഇപ്പൊ ഫ്രിഡ്ജിൽ ഇപ്പൊ 2 ദിവസമായ അവിയലും തോരനും വേറെ എന്തെങ്കിലും ഒക്കെ കറിയൊക്കെ ഉണ്ടാവും. ഞാൻ എന്താ പറയാ ഒരു നുടുക്ക് പണി പോലെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസം ഇതിനെല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് ഒരു കറിയാക്കി പറ്റും. ഇതെന്താണ് ഇതിന്റെ പേര്? അപ്പൊ ഞാൻ പറയും ഇത് എന്നോട് പറയാണേ, ഇത് രാജസ്ഥാനിലുള്ള ഒരു വിഭവം. അപ്പൊ നന്നായിട്ട് അറിയാം എനിക്ക് രാജസ്ഥാനെ കുറിച്ചൊരു പിടിയില്ല. അപ്പൊ ഞാൻ രാജസ്ഥാനിൽ ഞാൻ ഇത് കവി എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഈ പഴകിയ വൻപയർ പക്ഷെ കഴിച്ചപ്പോ പഴയതൊന്നും അല്ലായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടല്ലേ തോന്നിയത്. ഞാൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായെന്നൊക്കെ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ ഒരു ഗുണമുണ്ടായി, വീട്ടിൽ എന്ത് കിട്ടിയാലും ഞാനും മക്കൾ അത് കഴിക്കും. കാരണം കഴിച്ചില്ലെങ്കിൽ അത് പിറ്റേ ദിവസം വേറൊരു രൂപത്തിൽ വരും. അന്നും കഴിച്ചില്ലേ 3-ാമത്തെ ദിവസം മറ്റൊരു വേഷത്തിൽ വരും. അതുകൊണ്ട് ആദ്യമേ തന്നെ ഫ്രഷ് ആയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കഴിച്ചു തീർക്കും, പിറ്റേ ദിവസത്തേക്ക് വെക്കത്തില്ല. ഇല്ല കാരണം അത് എങ്ങനെയെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും അത് അവിടെ വരും. ആഹാര സാധനം കളയാൻ പാടില്ല. എനിക്കത് ഭയങ്കര ഒരു പോളിസി. ഒരു സാധനവും കളയാൻ പാടില്ല എന്നുള്ള, കാരണം എത്രയോ പേരാണ് ഒരു നേരം ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ മക്കളെ അത് പഠിപ്പിച്ചു വെച്ചു. പിന്നെ ചേച്ചി ഉണ്ടാക്കുന്ന കളയാൻ തോന്നത്തില്ല എന്നാ പൊതുവെ ചേട്ടൻ പറയുന്നത്. കാരണം ചേച്ചി ഉണ്ടാക്കുന്നൊക്കെ ചേച്ചിയുടെ മുട്ടക്കറിയിലാണ്. ആ മുട്ടക്കറിയുടെ റെസിപ്പി ചോദിച്ചുകൊണ്ട് ഇപ്പൊ ഡെയിലി ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കുക. പരീക്ഷിച്ചു നോക്കാൻ. അടിപൊളി. എന്തായാലും ചേട്ടാ ഈ പറഞ്ഞ പോലെ ചേച്ചിനെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. അതായത് ഞാനൊക്കെ ജനിച്ചപ്പോ തൊട്ട് ചേച്ചിനെ കണ്ടുകൊണ്ടിരിക്കുക സീരിയലിലൂടെ സിനിമയിലൂടെ ഒക്കെ. ചേച്ചിക്ക് അതിൻ്റെതായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ടായിരിക്കും. പക്ഷെ ചേട്ടൻ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം
പുറത്ത് ഭയങ്കര ഫാൻസ് ആയിട്ടോ. ഈശ്വരാ. എല്ലാം ചേച്ചി മുഖേന കിട്ടിയതാ. അത് ഉറപ്പല്ലേ? ചേട്ടൻ അറിയുന്നുണ്ട് ഇത്രയും ഫാൻസ് ഉണ്ട് ഇല്ല, എനിക്ക് പുറത്ത് അങ്ങനെയുള്ള ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് എല്ലായിടത്തും പോകുന്നതൊക്കെ അപ്പൊ അതിന് സെൽഫി എടുക്കാനൊക്കെ വന്നാൽ എനിക്കറിയാം അവളാണെന്ന്. അപ്പൊ ഞാൻ തന്നെ അപ്പൊ ഒരാൾ സാക്രിഫൈസ് ചെയ്യുമല്ലോ വീട്ടിലെ. അവരിങ്ങനെ അവര് മാറി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ എടുത്തുതരാന്ന് പറഞ്ഞിട്ട് മിക്കവാറും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എവിടെയും ഷോപ്പിങ്ങിനായാലും എല്ലാ കാര്യത്തിനും. ചേട്ടൻ എപ്പോഴും ഞാൻ കൂടെ വേണം. അതാണ് ചേട്ടൻ്റെ ഒരു രീതി. ഞാൻ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ വീട് ഷൂട്ട് ഈ ഒരു രീതിയാണ്. അപ്പം ചേട്ടന് പക്ഷെ എപ്പം പുറത്തു പോയാലും ഞാൻ കൂടെ വേണം. അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സെൽഫി എടുക്കാനൊക്കെ വരുമല്ലോ. അപ്പം അവർ നിന്ന് എടുക്കുമ്പോൾ ചേട്ടൻ തന്നെ പറയും ഞാൻ എടുത്തു തരാം, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അവര് പറയും ചേട്ടന്റെ കൂടെ നിൽക്കണമെന്ന് പറയും. ഇന്നലെ ഞങ്ങൾ ലുലുവിലൊക്കെ പോയപ്പോ അവര് ഇങ്ങനെ ചേട്ടൻ ഞാൻ എടുത്തു തരാന്ന് പറയും. അയ്യോ അല്ല, ഞങ്ങൾക്ക് ചേട്ടനും കൂടെ നിൽക്കണം. ഞാൻ പറയാ മനസ്സിലല്ലേ. പക്ഷെ ചേട്ടന് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹ്യൂമർ സെൻസ് ആണെന്നും ചേട്ടൻ ഭയങ്കര തഗ്ഗാണെന്നൊക്കെയാണ് നാട്ടിൽ പലരും പറയുന്നത് കേട്ടോ. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര സ്പോട്ടിലാണ് ഇങ്ങനെ ഈ പറയുന്നത് കേട്ടോ. ഈ കോമഡി പുള്ളി എനിക്ക് ദേവേണ്ടത് കോമഡി ആയിട്ടായിരിക്കത്തില്ല പറഞ്ഞു, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും. ഞാൻ സീരിയസ് ആയിട്ട് ലൈഫിനെ കുറിച്ച് പറയുന്നത് അവർക്കത് കോമഡി. എന്താ ആൾക്കാർ ഇത്രയും ചേട്ടന്റെ ഈ ചേച്ചിനെ പോലെ തന്നെ ഇഷ്ടപ്പെടാൻ കാരണം ഈ പറഞ്ഞ പോലെ തഗ്ഗും നമ്മളുടെ ഹ്യൂമർ സെൻസ് ആണ് ചേട്ടന് തോന്നണില്ലേ? ഒരു പിടിയില്ല ആണേ. ഞാൻ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ് യമുന ദേവേട്ടനൊരു ഫാൻ പേജ് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ദേവേട്ടനോ? അങ്ങനെ എനിക്ക് ലിങ്ക് ഒക്കെ ഇട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് യമുന ദേവൻ ഫാൻ പേജ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് അവർ ഇട്ടിരിക്കുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയെ കുറിച്ച് ദേവേട്ടന് വലുതായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലേ? ഒന്നുമില്ല. ഇപ്പം തുടങ്ങി. അതെ, ഞാൻ തുടങ്ങിയ അക്കൗണ്ട് വേറെ ആരോ തുടങ്ങിയ അക്കൗണ്ട് ഞാൻ ഹൈജാക്ക് ചെയ്തിരിക്കുക. പക്ഷെ നമുക്ക് കൺട്രോൾ ഇല്ല. തൊട്ടാ പിന്നെ അതുകൊണ്ട് ഇറ്റ് ജസ്റ്റ് പ്ലേസ്. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങൾ തൊട്ടാലേ എല്ലാം പ്ലേ ചെയ്യത്തുള്ളത്. ഇപ്പൊ അതല്ല, തുറന്നാല് അതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊടുക്കുക. അപ്പൊ എനിക്കൊരു പിടിയില്ല. പക്ഷെ ഇപ്പൊ അക്കൗണ്ട് ഉണ്ടോ ഇൻസ്റ്റയില് എന്ന് വേണേ പറയാം. അതിപ്പോ നമ്മുടെ ഞാനും എന്റെ ആളും വന്നപ്പോ അവർക്ക് നമ്മുടെ ഷോസിന്റെ പ്രൊമോഷൻ ചെയ്യണമല്ലോ. അപ്പൊ അവര് തന്നെ പറഞ്ഞു ദേവേട്ട ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും, നമുക്കത് ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധം പറഞ്ഞപ്പോ മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു, ബുട്ടീക്ക് നടത്തുന്നുണ്ടായിരുന്നു കൊച്ചിയില്. അപ്പൊ അതിന്റെ ഒരു പേജ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്തെടുത്തു. എന്നോട് പറയാതെ ഇനിയിപ്പോ അതുവഴി മെസ്സേജ് വരും, ദൈവമേ പണിയായി, എനിക്ക് പണിയായി. ഞാൻ പണി എനിക്കിട്ട് പണി ഒപ്പിച്ചു. മെസ്സേജ് അതെല്ലാം ഓപ്പൺ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരു ഫോണിനും ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് ലോക്കില്ല, സെക്യൂരിറ്റി ലോക്കില്ല. അപ്പൊ എല്ലാവർക്കും എല്ലാം തുറക്കാം. പ്രത്യേകിച്ച് കുട്ടികൾ കാണുന്ന ഫോണാണ്, ഭാര്യ കാണുന്ന ഫോണാണ്, ഭർത്താവ് കാണുന്ന ഫോണാണ്, അമ്മ കാണുന്ന ഫോണാണ് എന്നൊക്കെ ഉള്ളത് എല്ലാം ട്രാൻസ്പെറന്റ്. എന്റെ ഫോണിൽ ഇവരുടെ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് ഉണ്ട്. ആർക്കും എപ്പോഴും ഓപ്പൺ ചെയ്യാം. അതാണ് എന്റെ. അല്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫാമിലി പോളിസി ആയിട്ട് വെച്ചിരിക്കുക. കുടുംബത്തിലുള്ളവർ തമ്മിൽ രഹസ്യമൊന്നും വേണ്ട. അപ്പം ഇറ്റ്സ് ആൻ ഓപ്പൺ തിങ്. അപ്പം എന്തെങ്കിലും കൊണ്ടെങ്കിൽ അവളോട് പറയും. ഈ സിംപ്ലിസിറ്റി ചേച്ചിക്ക് ഇഷ്ടമായത് ചേട്ടന്റെ ക്യാരക്ടറിൽ. എനിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അതാ പറഞ്ഞു, ഞാൻ എന്റെ അടുത്ത് ആകെ പറഞ്ഞിരിക്കുന്ന ഈ പ്രപ്പോസൽ വരുമ്പോ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് സൈക്കോ തെറാപ്പിസ്റ്റുകളെ കാണുന്നുണ്ടല്ലോ. അതിലൊരാള് അത്രയും ഞാൻ എനിക്കറിയോ. പിന്നെ അത്യാവശ്യം സംസാരിച്ചപ്പോ നല്ല വിവരമൊക്കെ ഉണ്ടെന്നുള്ളതും മനസ്സിലായി. മറ്റേ വർക്ക് എന്തായിരുന്നു ചേട്ടാ? അതൊക്കെ കേട്ടു നമ്മൾ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തോ ആണ്. കുറച്ച് ഇത് പിന്നെ സ്ത്രീകളെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സംസാരത്തിൽ മനസ്സിലായി. അടി പെരുന്നാൾ കിട്ടുമായിരുന്നു വീട്ടിലെ. പിന്നെ ഞങ്ങള് ചെറിയൊരു ഫാമിലി ആയിരുന്നു. 6 ആൺപിള്ളേരും 4 പെൺപിള്ളേരേ ഉള്ളൂ. അപ്പൊ ഈ ആണുങ്ങൾ തമ്മിൽ ഗുസ്തി പിടിച്ചാലോ നാട്ടുകാരോട് ഗുസ്തി പിടിച്ചാലോ അച്ഛനും അമ്മയും ഒന്നും പ്രത്യേകിച്ച് വഴക്കൊന്നുമില്ല. പക്ഷെ സ്ത്രീകളോട് എന്തെങ്കിലും സിസ്റ്റേഴ്സിന് അല്ലെ പെങ്ങന്മാരുടെ ഒക്കെ ദേഹത്താണ് കൈവച്ചാൽ അപ്പൊ അവിടെ സംഭവം അമ്മയൊക്കെ രൂക്ഷമാവും. അപ്പൊ നമുക്ക് മനസ്സിലായി കൊച്ചിലെ തന്നെ ഈ പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട പാർട്ടികളാണ്. അല്ല, എന്റെ അമ്മ ഏറ്റവും ഈ ഫെമിനിസം എന്നുള്ള വാക്ക് കേൾക്കുന്നതിന് മുമ്പേ എന്നെ ഫെമിനിസം പഠിപ്പിച്ച അമ്മയാണ്. അത് നിനക്കതൊന്നും കഴുകിയിട്ടാ കുഴപ്പമില്ലല്ലോ, അവള് തന്നെ കഴുകിയിടണോ എന്നൊക്കെ ചോദിക്കുമ്പോ മനസ്സിലായില്ലേ നമ്മുടെ തുണിയല്ല നമ്മൾ എടുത്തു വെക്കുന്ന കാര്യമൊക്കെ. അപ്പൊ എന്നെ ഒരു ഫെമിനിസ്റ്റ് ആക്കിയത് എന്റെ അമ്മയാ. അപ്പൊ എന്റെ പെങ്ങന്മാരെ പോലെ ഈക്വൽ ആയിട്ട് എന്നെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ വീട്ടിലും ഒരു അമ്മയാണ് എന്റെ ആണിക്കല്ലെന്ന് പറയുന്നത്. ഇപ്പൊ അല്ലെ നമ്മുടെ വീട്ടിലെ മോളോട് പറയാ, നീ കൊച്ചാട്ടനൊരു ചായ ഇട്ടുകൊട്. അപ്പൊ ഒരിക്കലും ഈ കൊച്ചാട്ടനോട് നിന്റെ അനിയത്തിക്ക് ഒരു ചായ ഇട്ട് കൊടുക്കാൻ പറയത്തില്ല. അപ്പൊ അത് പഠിപ്പിക്കുന്ന നമ്മുടെ അമ്മമാര് തന്നെ. അപ്പൊ ആ വ്യത്യാസം എന്റെ കാര്യത്തിൽ അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങിയത് കൊണ്ട്
ഞാൻ തുടക്കത്തിലെ ഒരു ഫെമിനിസ്റ്റ് ആണ്. ചേട്ടൻ ഈ പറഞ്ഞ പോലെ അപ്പൊ ചേച്ചിക്ക് ചായ ഇട്ട് തരാറുണ്ടല്ലോ, ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് രാവിലെ അറിയായിട്ട് ചേട്ടനാ ചേട്ടൻ മൊത്തത്തിൽ മിടുക്കനാ, മുത്താണ് ചേട്ടൻ. ഇല്ല, ഞാൻ മാക്സിമം പിടിച്ചു നോക്കി, ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ എഴുതേക്കുന്നുണ്ടോ, അപ്പൊ ഒരു അനക്കവും ഇല്ല. എഴുതേക്കാനുള്ള ഒരു വട്ടം കൂടലൊക്കെ ഉണ്ടല്ലോ, ഒന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ സ്ഥിരതാമസമാണെന്നുള്ള സ്റ്റേജ് ബെഡിൽ ഇങ്ങനെ വളരെ റിലാക്സ്ഡ് ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ചായ വരുന്നില്ല. ഞാൻ പിന്നെ പതുക്കെ ഒന്ന് എഴുന്നേക്കുന്ന പോലെ അഭിനയിച്ചു നോക്കി, എന്നാലും എഴുന്നേക്ക്. ചേട്ടൻ മൊത്തത്തിൽ ഇച്ചിരി കെയറിംഗ് ഒക്കെ കൂടി, ഇച്ചിരി കൺസേൺ ഒക്കെ ഉള്ള ഹസ്ബൻഡ് അല്ലേ? നല്ല എന്താ പറയാ, കെയറിംഗ് മാത്രം, ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ്. എനിക്ക് മനസ്സിലായി വന്നപ്പോ തന്നെ ചേട്ടൻ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് തരുന്ന, ചേച്ചിക്ക് മുടിയൊക്കെ ചേട്ടൻ സെറ്റ് ചെയ്ത് തരുന്ന. ഒരുപാട് സന്തോഷം ഇതുപോലുള്ള ഹസ്ബൻഡിനെ കാണുമ്പോൾ. അതെ ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നത് ദേവേട്ടനെ സംബന്ധിച്ച് ചിലപ്പം ഭാര്യയോട് മാത്രമായിരിക്കത്തില്ല, സിസ്റ്റേഴ്സിനോടായാലും പൊതുവെ ഇപ്പൊ മക്കളോടും എല്ലാം ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ്. അവർ എല്ലാ മൈന്യൂട്ടായ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അത് പൊതുവെ ദേവേട്ടൻ ആ ഒരു ക്യാരക്ടർ. സൈക്കോ തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ കുറെ അധികം പഠിച്ച് അതിന്റെ ഒരു ഈ നോളജാണ് എടുത്ത് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇറ്റ്സ് മോസ്റ്റ്ലി കോമൺ സെൻസ്. പിന്നെ നമ്മളൊരു മനുഷ്യന്റെ മനസ്സെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം കോമൺ സെൻസാണ്. അപ്പൊ അത് അറിഞ്ഞ് വിളമ്പുന്നതിലാണ് എന്റെ കാര്യം ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ ഒരുപക്ഷെ ഈ അമ്മയുടെയും പെങ്ങന്മാരുടെയും എല്ലാവരുടെയും കൂടെ വളർന്നുകൊണ്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ ആയിരിക്കും. ആ ഒരു ഇൻറ്റ്യൂഷനാണ് എനിക്കുള്ളത്. അത് വെച്ചാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ചേട്ടാ, അപ്പൊ ഈ ഒരാളെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ആളെ പിടി കിട്ടും, ആളുടെ ക്യാരക്ടറൊക്കെ ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിച്ച പിടി കിട്ടും. കിട്ടും. അല്ലെങ്കിൽ ആള് അവർ മനഃപൂർവ്വം ഹൈഡ് ചെയ്യാനും അല്ലാതെ ശ്രമിക്കുന്ന ആളാണ്. പിന്നെ ഈ സൈക്കോ തെറാപ്പി വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇപ്പം കോടതി പറയാണ് നിങ്ങൾ പോയി ആങ്കർ മാനേജ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അവർ കോടതി പറഞ്ഞുകൊണ്ട് മാത്രം വരുന്നവരാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ആ സാഹചര്യത്തിൽ നിന്നൊരു രക്ഷ വേണം എന്നും പറഞ്ഞ് വരുന്നവര് നമ്മളെ വലിയ രക്ഷകനായിട്ടാണ് കാണുന്നത്. അവർ നമ്മുടെ മുമ്പിൽ 100% ഓപ്പണാണ്. അപ്പോൾ അവർക്കാണ് ഹെൽപ്പ് കിട്ടുന്നത്. അതല്ലാതെ നമ്മുടെ മുമ്പിൽ വരുന്ന അഭിനയിക്കാൻ പറ്റിയിരുന്നാൽ നമുക്ക് മനസ്സിലാവില്ല. അഭിനയിക്കാൻ എന്നുള്ള ഒരു 1-2 കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് ടാസ്ക്. ചേട്ടാ, ഇപ്പൊ നമ്മള് പരിചയപ്പെട്ടിട്ട് എത്ര നേരം? ഒരു 10-15 മിനിറ്റ് ആയി തോന്നുന്നു. എന്നെ പറ്റി എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കൊരു ബോധോദയം വേണം ചേട്ടാ. എനിക്ക് എന്നെ പറ്റി തന്നെ ഒരു സൈക്കാട്രിസ്റ്റ് സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന കയ്യിൽ നിന്ന് എനിക്ക് എന്നെ പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചേട്ടാ, എന്നെ ഒന്ന് വിലയിരുത്തി ചേട്ടാ. അപ്പൊ ഇത് പിന്നെ എല്ലാവരുടെയും വിചാരം നമ്മുടെ ഈ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് എന്താണ്, ഈ ഗ്ലോബ് ഒക്കെ മനസ്സ് റീഡ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഞാൻ ഇങ്ങനെ ചോർത്തി എടുക്കുന്നു, അങ്ങനൊന്നും നല്ല സംഭവം. ഇപ്പൊ നമുക്കിപ്പോ ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇപ്പൊ ഗദ്ദാഫി എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ കാണുമ്പോൾ അറിയാമല്ലോ, യു വിൽ ബി സിറ്റിംഗ് ലൈക്ക് എനർജി ഒന്നും ഇല്ലാതെ, അല്ലെ കരഞ്ഞോണ്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെ പൊതുവെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ചോദിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വരികയല്ലേ. അപ്പൊ അങ്ങനെയാണ് ഒരാളെ വിലയിരുത്തുന്നത്. അല്ലാതെ നമ്മൾ നോക്കിയിട്ട് എന്റെ മനസ്സിൽ കൂടി പെയ്താണല്ലോ പോകുന്നു. എന്നാലും ചേട്ടാ, ഒന്ന് ഏകദേശം എന്നെ ഒന്ന് വിലയിരുത്തിയിട്ടൊന്ന് പറഞ്ഞേ, ഏകദേശം എന്റെ ഒരു സ്വഭാവം എങ്ങനെ ആയിരിക്കും? ഈ ഒരു കിടിലം സംഭവല്ലേ? മതി കിട്ടേണ്ടത് കിട്ടി. മതി കിട്ടേണ്ടത് കിട്ടി ചേട്ടാ. അങ്ങനെ എന്തായാലും കൊള്ളാം. കുറച്ച് സൂക്ഷിച്ചപ്പോ പെരുമാറണം ചേട്ടൻ്റെ അടുത്ത്. എന്തായാലും ഇല്ല, ദേവേട്ടൻ ഇപ്പം എല്ലാവരുമായിട്ട് പെരുമാറില്ലേ, ദേവേട്ടൻ ഒന്നും ജഡ്ജ് ചെയ്തില്ല പെരുമാറുന്നത്. അതാണ് ദേവേട്ടൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടതും. എല്ലാവരോടും വളരെ ഓപ്പൺ ഹേർട്ട് വെച്ചിട്ടാണ് എല്ലാവരോടും പെരുമാറുന്ന പുള്ളി. പക്ഷെ ഞാനങ്ങനല്ല കേട്ടോ. കാരണം അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പണി കിട്ടിയിട്ടുള്ളത് കൊണ്ട് അനുഭവങ്ങൾ. അതെ, അതുകൊണ്ട് ഞാൻ ഒന്ന് ഡിസ്റ്റൻസ് ഇട്ടിട്ടെ. എല്ലാവരിലും നന്മയുണ്ടെന്നുള്ള ഒരു പ്രമിസിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഈ സാഹചര്യത്തിന്റെ പ്രഷറുണ്ട്, പലതും ചെയ്ത് കാണുമായിരിക്കും. പക്ഷെ എന്നാലും ഒരു നന്മ എല്ലാവരിലും ഉണ്ട്. അപ്പൊ ഞാൻ ആ പ്രമിസിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പണിയൊക്കെ കിട്ടും ഇടയ്ക്ക്. ഇനി തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ചേട്ടന് ഇപ്പൊ ഭയങ്കര സിമ്പിൾ ആണ്, ഡൗൺ ടു എർത്ത് ആണെന്നൊക്കെ ചേച്ചി പറയുന്നു. തിരിച്ച് ചേച്ചിയിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിച്ച കാര്യം എന്താ? നമ്മളെ സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന് കണ്ടിട്ടാണ് നമ്മളെ ചേച്ചിയിൽ ഫ്ലാറ്റ് ആയി വീണ്? അതെ, ഞാൻ ഒരു കാര്യമുണ്ട്, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോ തെറാപ്പിസ്റ്റും പിന്നെ സ്വന്തം കരുതി തീരുമാനം എടുക്കാൻ അതിന് വേറെ ആളെ വിളിക്കണം. ഞാൻ എന്റെ ചേച്ചിയെ വിളിക്കും, അമ്മയുള്ളപ്പോ അമ്മയെ വിളിക്കുമായിരുന്നു, അമ്മ വിളിക്കുമായിരുന്നു. അപ്പൊ അമ്മ ഇല്ലാത്തവന്റെ മൂത്ത് ചേച്ചി എന്നെ അക്കച്ചിന്നാ വിളിക്കുന്നത്, അക്കച്ചി അല്ലെങ്കിൽ എന്റെ സിസ്റ്റേഴ്സോട് ഞാൻ സംസാരിക്കുന്നതൊക്കെ. അതായത് ഞാൻ അല്ല വേറെ ഡോക്ടറെ വിളിക്കണം. അപ്പോ എന്താ പറയണേ, അവളിൽ എന്താണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം അല്ലേ? ഇപ്പൊ എന്റെ ജീവിത സാഹചര്യം ഒരു അവസരത്തിൽ വളരെ മോശമായിരുന്നു. വളരെ ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോയി
ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ആ വെള്ളായണി കായൽ തീരത്തൊരു പറമ്പുണ്ടായി. അവിടെ ഒരു കായലിൽ ഒരു ചെറിയ വള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അതുവഴി ഇങ്ങനെ തുഴഞ്ഞു കിടക്കുമായിരുന്നു. ഇടയ്ക്ക് തുഴയെടുത്ത് മാറ്റി വെക്കും. ഈ കാറ്റ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും, അവിടെയൊക്കെ കിടക്കും. അങ്ങനെയൊക്കെയുള്ള വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വിറ്റുപെറുക്കി യൂറോപ്പിലേക്ക് എവിടെയെങ്കിലും പോയി കുടിയേറിപ്പാർത്ത് മോളുടെ കൂടുതൽ ശിഷ്ട ജീവിതം കഴിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ സോ ഐ വാസ് ഇൻ എ വെരി ബാഡ് സിറ്റുവേഷൻ എന്ന് പറയാൻ മനസ്സിലാവുമല്ലോ. ഇനിയിപ്പം അപ്പോൾ എന്നെ എപ്പോഴും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന എൻ്റെ മോളാണ്. കൊച്ചു പ്രായത്തിൽ മോൾ എൻ്റെ കാലേക്ക് കയറുന്നത് ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് കളിക്കും, ബാൾറൂം ഡാൻസ് കളിക്കും. അപ്പം മോളെ എന്നെ നോക്കിയിട്ട് പറയും, സോ വിൽ ഡു ദ ഫസ്റ്റ് ഡാൻസ് എൻ്റെ വെഡ്ഡിങ്ങിന്, അതാ മോളുടെ വെഡ്ഡിങ്ങിന്. പിന്നെ ഡാഡി ഡോട്ടർ ഡാൻസ് ഉണ്ടല്ലോ, ഫാദർ ഡോട്ടർ ഡാൻസ്, ഐ വിൽ ഓൾവേസ് ഡാൻസ് വിത്ത് യു. ഭർത്താവിന് മുമ്പ് ഡാൻസ് കളിക്കുന്നതിന് മുമ്പേ ഐ വിൽ ഡാൻസ് വിത്ത് ഡാഡി എന്ന് പറയും. അപ്പോൾ എത്രയൊക്കെ നമ്മളെ ജീവിതം വെറുത്താലും മടുത്താലും ശരി, ഐ മേഡ് എ പ്രോമിസ്. എന്നിട്ട് പറയും, യു പ്രോമിസ്, പിങ്കി പ്രോമിസ് ഇങ്ങനെ. അത് ചെയ്താൽ പിന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മോൾക്ക് പിങ്കി പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മോളുടെ വെഡ്ഡിങ്ങിന് ആദ്യത്തെ ഡാൻസ് ഞങ്ങൾ രണ്ടും കൂടെ ആയിരിക്കും. അപ്പോൾ എത്രയൊക്കെ നമുക്ക് ഒരു ഡിസ്ട്രക്റ്റീവ് സ്റ്റേയിലേക്ക് പോയാലും, എത്രത്തെ ഡിപ്രസീവ് സ്റ്റേയിലേക്ക് പോയാലും ഈ പ്രോമിസാണ് എന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ഹോപ്പിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ യമുനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ മനസമാധാനം ഇല്ലാത്ത ഒരാളാണ് ഞാൻ ആ സമയത്ത്. അപ്പോൾ ചുമ്മാ കവിത എഴുതലും പരിപാടിയൊക്കെ ആയിരുന്നു, അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവൾ ചോദിച്ചത്, എന്താണ് ജീവിതത്തിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു. ആദ്യം പറഞ്ഞു, എനിക്ക് മനസ്സമാധാനം മതി എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സമാധാനം ഇല്ലാത്ത ഒരാള് മറ്റൊരാളെ കാണുന്നത് എനിക്ക് മനസ്സമാധാനം മതി എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരേ തൂവൽ പക്ഷികളാണ്. അതായിരുന്നു എൻ്റെ അട്രാക്ഷൻ. ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ് അല്ലേ. അപ്പോൾ പിന്നെ അപ്പം എനിക്ക് മനസ്സിലായി ജീവിതാനുഭവങ്ങൾ കുറേയുള്ള ആളാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാനും നമ്മൾ സ്ഥായിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണാനും കഴിയുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഒരു മലയാളി പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള അവസ്ഥ ഒരു അവസ്ഥ എനിക്കുണ്ട അവസ്ഥ എന്ന് ഒരു ഒരു മനോനിലയിലേക്ക് നമ്മൾ എത്തൂലായിരുന്നു. പക്ഷേ താങ്ക് യു. ചേട്ടൻ കുറച്ച് ഇംഗ്ലീഷ് എനിക്ക് പഠിപ്പിച്ചില്ല, ചേട്ടനെ കുറച്ച് മലയാളം ഞാൻ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, കൊച്ചു കൊച്ചു കാര്യങ്ങളിലല്ല ആള് ഫോക്കസ് ചെയ്യുന്നത്, ജീവിതത്തിൽ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കണം. അപ്പം ആ ഒരു ഫോക്കസ് ഉള്ള ആൾ എപ്പോഴും അങ്ങോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അല്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ പെട്ടിങ്ങനെ അടിപിടി ഉണ്ടാക്കി നാശകോട്ടയാക്കൂല എന്നുള്ള ഒരു ധാരണ ഉണ്ടായി. പിന്നെ യമുന ഒരു അഭിമാനിയായ സ്ത്രീയാണ്. അവൾക്ക് എപ്പോഴും അവളുടെ ഒരു സ്റ്റാൻഡ്. പിന്നെ എന്നെക്കുറിച്ച് ആരുടെ വേണമെങ്കിലും ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ ഞാൻ രണ്ടോ പെൺകുട്ടികളുടെ അമ്മയാണ്, എൻ്റെ മക്കളാണെന്ന് അവർക്ക് പറയാൻ ഒരു കാരണവശാൽ അവർക്ക് യാതൊരു വിധ അഭിമാനക്ഷതവും ഇല്ലാത്തവരാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു അഭിമാനം അവർക്കുണ്ട്. പിന്നെ സ്വന്തം കാലിൽ നിൽക്കണം. ഇപ്പോഴും 10 രൂപ വേണമെങ്കിൽ എന്നോട് ചോദിക്കത്തൊന്നുമില്ല. 10 രൂപ ഉണ്ടാവുന്നതിനും പറഞ്ഞാൽ അവളില്ലായിരിക്കും. ഞാൻ എന്താ പ്രശ്നം ചോദിച്ചാലാണ് പറയുന്നത്. പൈസ അല്ല ഞാൻ പറയുന്നത്, 10 രൂപ വേണമെങ്കിൽ അവളുടെ പൈസ എടുത്ത് ചെലവാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അഭിമാനിയായ ഒരു സ്ത്രീ. പിന്നെ മക്കളെ പരിചയപ്പെട്ടപ്പം വെൽ ബിഹേവ് ചിൽഡ്രൻ. അപ്പം നന്നായിട്ട് പെരുമാറുന്ന ഏത് കുട്ടികളുടെയും പിന്നിൽ ഉണ്ടാവും. അതല്ലെങ്കിൽ അത് നമുക്ക് കാണാം. അല്ലെങ്കിൽ കുട്ടികൾ മോശമാണെന്നെങ്കിൽ അപ്പം തന്നെ കണക്ക് കൂട്ടിക്കണം ഇത് സംഭവം ഇവിടെ നിന്നാണ് വന്നെന്നുള്ള കാര്യം. അപ്പം അതും ഒരു നല്ല ഇൻഡിക്കേഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് വേറെ ആലോചിക്കേണ്ടി വന്നില്ല. എന്തോരം ക്വാളിറ്റീസ് ഹസ്ബൻഡിനോട് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഇത്രയും ക്വാളിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വേറെ ഉണ്ടാവില്ല. പിന്നെ കാണാനും വലിയ എല്ലാം കൊള്ളാം. പക്ഷെ ഒറ്റ കാര്യത്തിൽ നമുക്കൊരു വിയോജിപ്പുള്ളൂ, ആംപ്ലേറ്റ് എന്ന് പറയത്തുള്ളൂ. അതല്ല, പക്ഷെ എനിക്കുണ്ടല്ലോ ഈ പബ്ലിക് ഡൊമൈനിലൊക്കെ പോയി കഴിയുമ്പോൾ എനിക്കുള്ള ഏക വിഷമം എന്താ വെച്ചാലേ, ഞങ്ങൾ രണ്ടും കൂടെ പോകുമ്പോൾ ചെറുതെങ്കിലും ഒക്കെ പറയും, പിന്നെ അലുവായി മത്തിക്കറി എന്ന് പറയും. അങ്ങനെ അല്ല, പക്ഷെ എനിക്ക് എന്റെ ഭാര്യ ആരെങ്കിലും മത്തിക്കറി എന്നൊക്കെ വിളിക്കാൻ എനിക്ക് വലിയ സങ്കടമാണ്. അല്ല അത് മാത്രമേ എനിക്ക് വിഷമമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ആംപ്ലേറ്റ് അല്ല കറക്റ്റ് ചേച്ചിക്ക് പറയാൻ അറിയോ? അത് ഇപ്പൊ അറിയാം. ചേട്ടനെ പറഞ്ഞേ ആംപ്ലേറ്റ് ഇവര് പറഞ്ഞു പഠിപ്പിച്ച് ഓംലെറ്റ് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. ആംപ്ലേറ്റ് അല്ല, അത് ചേർന്നപ്പം ഓംലെറ്റ്. ചേട്ടനോട് ഇത്ര ഇംഗ്ലീഷ് പഠിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചതാ? അവിടെ പോയി പഠിച്ചു. അല്ല എനിക്ക് കൊച്ചിലെ എനിക്കറിയാമായിരുന്നു
എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. അപ്പൊ ഞാൻ എന്റെ ഹോബി പറഞ്ഞപ്പോ നിങ്ങൾ ചിരിക്കും. അതായത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി എനിക്ക് പറഞ്ഞ കൊച്ചിലെ കിട്ടി, അത് വായിക്കാന്നുള്ള എന്റെ ഹോബിയായിരുന്നു. ഞാൻ എന്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല ചേട്ടാ ഈ ഡിക്ഷണറി ഒക്കെ. ഞാൻ ഓരോ പേജും എടുത്തിട്ട് അറിയാവുന്ന വാക്ക് ഇങ്ങനെ ടിക്ക് മാർക്ക് ഇടും, എന്നിട്ട് ഇങ്ങനെ വായിച്ചു പോകും. എന്നിട്ട് നല്ല കേൾക്കാൻ കൊള്ളാത്ത വാക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര കേൾക്കാൻ കൊള്ളാത്ത വാക്ക് ഞാൻ നോട്ട് ചെയ്തു ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കും. അപ്പം പിന്നെ വായിച്ചു നോക്കുമ്പോൾ അടുത്ത് കുറച്ചുകൂടെ വാക്കുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം ഈ വായിച്ചെന്ന് പഠിച്ചായിരിക്കും അതിങ്ങനെ ടിക്ക് ചെയ്തു. അതൊരു രസമായിരുന്നു. പക്ഷെ അതൊക്കെ കേട്ട ബൊട്ടാന്ന് പറയത്തില്ലേ. ഇച്ചിരി നേരം നമുക്കൊന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ എനിക്ക് ചേട്ടൻ ആ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പ്രാവീണ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചേട്ടൻ ഒരു ജൂനിയർ ശശി തരൂരാണ് മൊത്തത്തിൽ സംസാരം. ഇല്ല അതൊക്കെ ചുമ്മാ എന്താണ്, അതൊക്കെ ചുമ്മാ ജനം പറയാൻ ഇല്ല. എന്നാലും ചേട്ടന് ഇംഗ്ലീഷ് നന്നായിട്ട് പറയുന്നില്ല ചേച്ചി ഞെട്ടി തരിച്ചു നിന്നിട്ടുണ്ടോ ചേട്ടൻ ഇംഗ്ലീഷ്? മക്കളും ചേട്ടനും കൂടെ ഭയങ്കര ഇംഗ്ലീഷ്. പിന്നെ ചേട്ടന്റെ അവിടുന്ന് ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമല്ലോ, ഡെയിലി അവിടുന്ന് മോളും ചേട്ടന്റെ ഫ്രണ്ട്സും ഒക്കെ വിളിക്കുമ്പോ സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇവർക്ക് രഹസ്യമൊക്കെ സംസാരിക്കും, എനിക്ക് മനസ്സിലാവില്ലല്ലോ. മനസ്സിലാവാത്ത ഇംഗ്ലീഷ് കേൾക്കണ്ട. ആക്ച്വലി എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ പാഷാണ് ഷാജി, ഞങ്ങളുടെ കൂടുതൽ ഞാനും എൻ്റെ ആളിലുണ്ടായിരുന്നു. ഷാജിനോട് പറഞ്ഞ അനുഭവം, പുള്ളി കൊമേഡിയനാണല്ലോ. പുള്ളി നടന്നു പോകുന്ന തന്നെ ഒന്ന് ഒരു കോമഡി പറഞ്ഞു ഒരു ഇംഗ്ലീഷ് പറഞ്ഞു. അങ്ങനെ പറയത്തില്ല, ഞാൻ സംസാരിക്കാം, ഞാൻ മലയാളത്തിൽ സംസാരിക്കത്തുള്ളൂ. ചേട്ടൻ ഇംഗ്ലീഷ് വേണ്ട, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാം. എനിക്കറിയാവുന്ന ഇംഗ്ലീഷ്. ചേട്ടൻ അമേരിക്കൻ ഇംഗ്ലീഷ് ഒന്നുമല്ല, നമ്മളെ ലോക്കൽ ഇംഗ്ലീഷ് ആണ്. ഞാൻ ഇംഗ്ലീഷിൽ റിയാക്ട് ചെയ്താൽ മതി. ചേച്ചി കൂടുന്ന കളിക്ക് ഉള്ള ആരാധകർ കൂടെ പോയി കിട്ടട്ടെ എനിക്ക്. Let's speak English, ചേട്ടാ. Okay. How do you do? I do well. What do you have eaten today? Evening? It's not evening yet, but we had a good lunch, right? We had fried sardines. Sadiya? Matti. ഞാൻ ഇപ്പൊ അറിയുന്നു. And really some nice mackerel. And we have, what else did we have? But it was fantastic, I must say. It was a really nice lunch. Just can you just describe about your wife about my wife? With the 5 sentences, you know? എന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് എനിക്ക് തന്നെ എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷും കൂടെ വരുന്നില്ല ചേട്ടന്റെ മുമ്പില്. ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നേ, കൊച്ചിലെ പഠിച്ച ഒരു അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയുന്നത്? എന്തെന്നാൽ ഞാൻ അച്ഛനോളം വലുതാവണം. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ സംഭവം. എന്തിനാ അമ്മ കരയെന്നുള്ള കാര്യം. അച്ഛനോളം വലുതാവാൻ അമ്മ കരയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അതുപോലത്തെ ഒരു ചോദ്യം എന്നോട് ഇപ്പൊ പറഞ്ഞു. എന്തായാലും കൊള്ളാം ചേട്ടൻ ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആരാധന എന്താ പറയാ പാത്രങ്ങളുള്ള ആളായിരുന്നു ചേച്ചി. ജ്വാലയായി ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയട്ടെ, ജ്വാലയായി എന്നൊക്കെ പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. ചേട്ടൻ പുറത്തായതുകൊണ്ട് അറിയാൻ സാധിക്കില്ല. കുറെ വർഷങ്ങളോളം അല്ലേ അറിയാം. ചേട്ടന്റെ സിസ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ പറഞ്ഞു, ഞാൻ എന്നെ നമ്മുടെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഞാനാണെന്ന് അറിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു ഭയങ്കര വലിയ സീരിയൽ കാണാറുണ്ടായിരുന്നു. അതായത് ഞാൻ ചെറുപ്പം തൊട്ടേ ചേച്ചിയുടെ ഒക്കെ സീരിയൽ കാണുന്നത്. ചെറുപ്പം തൊട്ടേ ചേച്ചി ഭയങ്കര സൂപ്പർ സ്റ്റാർ ആയിരുന്നു അല്ലെ. ജ്വാലയായി പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി ബ്രേക്ക് തന്നത്. പിന്നെ നല്ലൊരു ബ്രേക്ക് ഇടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പൊ ചന്ദന മഴ ആയിരിക്കും അല്ലെ ഒരു ബ്രേക്ക് തന്നത്. നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. ഈ ജ്വാലയായിലെ ലിസി എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലേ. എത്ര വർഷം ചേച്ചി അത് ചെയ്തു? അത് 3 വർഷം. ദൂരദർശനിൽ അന്നത്തെ ഹിറ്റ് സീരിയൽ ആയിരുന്നു. അന്ന് വേറെ ചാനലൊന്നും ഇല്ലല്ലോ, ദൂരദർശനല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് വീട്ടില് അന്നൊക്കെ ഈ പുരുഷന്മാര് വരെ ഈ സ്ത്രീകളൊക്കെ അടക്കം കുറെ ജോലിയൊക്കെ മാറ്റിയിരിക്കും. 7:30 എന്തോ ആയിരുന്നു തോന്നുന്നു ഈ സീരിയൽ കാണാൻ. ജ്വാലയാ ഇപ്പോഴും ഓർമ്മയുണ്ടത് അല്ലേ. വൻ ഹിറ്റ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ 1ാം ക്ലാസ്സിലോ UKG പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അതന്ന് ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രമാത്രമാണെന്ന്. പ്രായം എടുത്ത് പറയാൻ വേണ്ടി ഇവ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഒരു വയസ്സുള്ളപ്പോൾ കവി ഉദ്ദേശിച്ചത് ഞാൻ വളരെ ചെറുപ്പമാണെന്നാ, എനിക്ക് ഏജ് ഇല്ല എന്നാ. കുറച്ച് കൂടുതലായിട്ട് 19. ഇതിപ്പോ എന്തായാലും ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് വൈറലായി തുടങ്ങിയതിന് ശേഷം നമ്മൾ ചേച്ചിനെ പറ്റി കൂടുതൽ അറിയുന്നത്. അപ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു മറ്റൊരു സത്യം അറിയുന്നത്. അതായത് നമ്മളെ സൂപ്പർ ഹിറ്റ് ഗാനം പിന്നെയും ആ പാട്ടായിട്ട് ചേച്ചിക്ക് എന്താ അഭിഹിതം എന്നുള്ളത് പറയാം. അല്ല, അത് ഞാൻ കോടീശ്വരനിൽ പറഞ്ഞത് തന്നെയാണ് അതിന്റെ സംഭവം. ഞാൻ ഹോട്ടൽ മഹാറാണി
മഹാറാണിയിൽ കോഴിക്കോട് ഞാനൊരു സീരിയലിന്റെ ഷൂട്ടുമായിട്ടാണ്. അന്ന് ഞാൻ സിനിമയിലോട്ട് വന്നില്ല, സീരിയൽ ചെയ്യാം, മധുമോഹൻ സാറിന്റെ സീരിയൽസ് ചെയ്യും. അപ്പം കാലിക്കറ്റ് മഹാറാണി താമസിക്കുക. അപ്പം ആ ഹോട്ടൽ അറിയാവുന്നവർക്കറിയാം ഇങ്ങനെ ഒരു ഷേപ്പാണ് അത്. അപ്പം ഏത് റൂമിൽ നിന്ന് ഇറങ്ങിയാലും ഓപ്പോസിറ്റ് സൈഡ് ഇറങ്ങുന്ന ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ട്രാൻസ്പാരൻ്റ് ആണ്. ഏത് റൂമിൽ നിന്ന് ഏത് റൂമിൽ പോയാലും വന്നാലും ഇറങ്ങിയാലും എല്ലാം കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഷേപ്പാണ് ഹോട്ടൽ. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ട് വർഷങ്ങളായി. അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ രാവിലെ ഈ നടക്കാൻ ഇറങ്ങുമായിരുന്നു. ഞാൻ ഒരു 4:30-5 മണിക്ക് എഴുന്നേറ്റിട്ട് ആ കോറിഡോറിൽ പുറത്ത് നടക്കും. അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു ദിവസം ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ഒരാൾ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇരുട്ടായതുകൊണ്ട് ആരാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പം നമ്മളെ തന്നെ സ്റ്റെയർ കാണുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ 1-2 ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ നമുക്കൊരു ഇതായിട്ട് ഞാൻ നടപ്പങ്ങ് നിർത്തി. പിന്നെ ഈ നടപ്പ് നിർത്തിയപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നടക്കാറിറങ്ങാൻ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. അതൊക്കെ ഒരു തമാശ പോലെ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ. അത് കഴിഞ്ഞ് അപ്പോൾ ഡാഡിയോടും ഞാൻ പറഞ്ഞു, ഡാഡി ഇങ്ങനെ. അപ്പോൾ ഡാഡി ചോദിച്ചു, എന്താ നടക്കാറുണ്ട്? അച്ഛനാണ് എൻ്റെ കൂടെ വരുന്നത്. നടക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാൾ അവിടെ തുറച്ചു നോക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് ഡാഡി ഞങ്ങൾ താഴെ പോയപ്പോൾ റിസപ്ഷനിൽ ചോദിച്ചു, ഇങ്ങനെ മോള് നടക്കാറുമ്പോൾ അവിടെ ആരോ ഇങ്ങനെ നിൽക്കുന്നു, ആരാ അത്? അപ്പോഴേ റിസപ്ഷനിൽ അവർ പറഞ്ഞു, അയ്യോ അങ്കിളെ. ഡാഡി പിന്നെ എല്ലാവരോടും ഭയങ്കര ജോളി ക്യാരക്ടർ. ഈ ദേവേട്ടൻ്റെ മറ്റൊരു പകർപ്പ് കേട്ടോ ഡാഡി. അപ്പോൾ പറഞ്ഞു, അങ്കിളെ അത് ഗിരീഷ് പുത്തഞ്ചേരി ആയിരിക്കും, കാരണം പുള്ളിക്കാരൻ്റെ റൂമാണ് അവിടെ, പുള്ളി പാട്ട് എഴുതാൻ എടുക്കുന്ന റൂമാണ്. അപ്പോൾ അതാണെന്ന് പറഞ്ഞു. പുള്ളി പാട്ട് എഴുതാൻ ഇരിക്കുന്ന സമയമൊക്കെ ഇതാന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ സ്ഥിരം അറിയാവുന്നതുകൊണ്ട് അറിയാം. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അതിനുശേഷം ഗിരീഷ് ഏട്ടൻ വിളിക്കുമ്പോൾ സംസാരിക്കുക, നമ്മൾ അറിഞ്ഞല്ലോ ഇന്നാരാന്ന്. അപ്പം പറഞ്ഞു, ഞാനൊരു പാട്ട് എഴുതാനല്ല, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് അറിയില്ല ആ സിറ്റുവേഷൻ. അപ്പൊ അതിങ്ങനെ ഓർത്ത് നിൽക്കുകയാണ് പുള്ളി. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ ഈ ഡോറ് തുറന്നിറങ്ങുന്നത്. അപ്പൊ ഇതാണ് പുള്ളിക്ക് ആ പാട്ടിന്റെ വരി തുടങ്ങാൻ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് സോങ്ങിന്റെ ലിറിക്സ് ആയിട്ടൊക്കെ പറയപ്പെടുന്ന ഇതില് നമ്മൾ കയ്യൊപ്പല്ലേ. അതെ, സത്യം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആ പാട്ട് ഹിറ്റായപ്പോ. എന്നിട്ട് ചേട്ടൻ പിന്നീട് വിളിച്ച് പറയുകയും ചെയ്തു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്താ. സ്റ്റേറ്റ് അവാർഡാണോ ഏത് അവാർഡെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ എന്നെ ഏതോ ഒരു അവാർഡിന് ഗിരീഷേട്ടൻ കയറുന്നതിന് മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പാട്ട് നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മളുടെ പദനിസ്വനത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് ആളാ കവിത എഴുതിയത്.